ഹൈറിച്ച് ഉടമകളെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു. കൊച്ചി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. രാജ്യത്തെ 15 കേന്ദ്രങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസം ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. ഡയറക്ടർമാരായ കെ.ഡി. പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. പ്രതികളുടെ 245 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നായ ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ ഇഡി റെയ്ഡുകൾ നടന്നപ്പോൾ ഉടമകളായ കെ.ഡി. പ്രതാപനും ഭാര്യ ശ്രീനയും ഒളിവിൽ പോവുകയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ കോടതിയെ അറിയിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും ചെയ്യുകയായിരുന്നു. കെ.ഡി. പ്രതാപനെയും ശ്രീനയെയും നേരത്തെ നിരവധി തവണ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. രാജ്യത്താകെ 15 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇഡി നടത്തിയ റെയ്ഡിന്റെ തുടർച്ചയായാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തത്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലും കേരളത്തിൽ കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിലുമായിരുന്നു റെയ്ഡ്. റെയ്ഡിൽ പിടിച്ചെടുത്ത സാമ്പത്തിക ഇടപാട് രേഖകൾ, നിക്ഷേപങ്ങൾ എന്നിവ സംബന്ധിച്ചാണ് വിശദമായ ചോദ്യം ചെയ്യൽ. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു കമ്പനി പ്രവർത്തിച്ചിരുന്നത്. കേരളത്തിൽ 78 ബ്രാഞ്ചുകളും ഇന്ത്യയിലാകെ 680 ബ്രാഞ്ചുകളും ഉണ്ടായിരുന്നു. 80 രാജ്യങ്ങളിലായി ക്രിപ്റ്റോ കറൻസി വ്യാപാരവും നടത്തിയിട്ടുണ്ട്. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിലൂടെ 1693 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. കേസിൽ വിവാദ വ്യവസായി വിജേഷ് പിള്ളയെയും നേരത്തെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. OTT പ്ലാറ്റ്ഫോം സാമ്പത്തിക ഇടപാടുകളിലായിരുന്നു ചോദ്യം ചെയ്യൽ. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഭൂമി ഇടപാടുകൾക്കും വിദേശ നിക്ഷേപങ്ങളായും മാറ്റിയിട്ടുണ്ടോ എന്നതിലും അന്വേഷണമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിന് ശേഷം 32 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു. നേരത്തെ എടുത്ത നടപടികളിൽ 212 കോടി രൂപയുടെ സ്വത്തുക്കളും മരവിപ്പിച്ചിരുന്നു. ജനം, കൊച്ചി.